नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികി. അധ്യായം 81. കൃഷ്ണനും ബലരാമനും വൃന്ദാവനവാസികളെ കാണുന്നു. പേജ് നമ്പർ 793. കുരുക്ഷേത്രത്തിലെ ഈ മഹാസമ്മേളനത്തിൽ വച്ച് സഹോദരീ സഹോദരന്മാരായ കുന്തിയും വസുദേവരും നെടുനാളത്തെ വേർപാടിനു ശേഷം ഇരുവരുടെയും പുത്രന്മാർ, മരുമക്കൾ, ഭാര്യമാർ, കുട്ടികൾ, മറ്റു കുടുംബാംഗങ്ങൾ എന്നിവരോടൊപ്പം പരസ്പരം കണ്ടുമുട്ടി സംസാരിച്ചതോടെ കഴിഞ്ഞ കാലത്തെ കഷ്ടപ്പാടുകളെല്ലാം അവർ മറന്നു. കുന്തിദേവി വിശേഷിച്ച് സഹോദരനായ വസുദേവരോട് പറഞ്ഞു, പ്രിയപ്പെട്ട സഹോദരാ, ഞാൻ അങ്ങേയറ്റം നിർഭാഗ്യവതിയാണ്. കാരണം എൻ്റെ ഒരാഗ്രഹവും ഇന്നേവരെ നിറവേറിയിട്ടില്ല. അല്ലെങ്കിൽ പിന്നെ അങ്ങയെപ്പോലെ പുണ്യാത്മാവും എല്ലാ തരത്തിലും പരിപൂർണനുമായ ഒരു സഹോദരനുണ്ടായിരുന്നിട്ടും ഈ ദുഃഖകരമായ ജീവിതാവസ്ഥ എങ്ങനെ താണ്ടുന്നുവെന്നു എന്നോട് അങ്ങെന്താണ് അന്വേഷിക്കാത്തത്? ധൃതരാഷ്ട്രരുടെയും ദുര്യോധനന്റെയും ദുഷ്കർമ്മങ്ങളുടെ ഫലമായി താനും മക്കളും നാടു കടത്തപ്പെട്ട് കഷ്ടപ്പെടേണ്ടി വന്ന ദയനീയമായ നാളുകളെക്കുറിച്ചാണു കുന്തിദേവി സ്മരിക്കുന്നതെന്നു തോന്നുന്നു. അവൾ തുടർന്നു, പ്രിയപ്പെട്ട സഹോദരാ, വിധി പ്രതികൂലമാകുമ്പോൾ ഏറ്റവുമടുത്ത ബന്ധുക്കൾ പോലും നമ്മെ മറന്നു പോകുന്നത് എനിക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. അങ്ങനെയുള്ള അവസ്ഥയിൽ അച്ഛനും അമ്മയും മക്കളും പോലും അവരെ മറക്കും. അതിനാൽ ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുന്നില്ല. വസുദേവർ പറഞ്ഞു, സഹോദരീ, ദുഃഖിക്കരുത്. എന്നെ ആ വിധത്തിൽ കുറ്റപ്പെടുത്തുകയും അരുത്. വിധിയുടെ കയ്യിലെ കളിപ്പാവകൾ മാത്രമാണു നാം എന്ന കാര്യം നാം എപ്പോഴും ഓർക്കണം. എല്ലാവരും പരമപുരുഷന്റെ നിയന്ത്രണത്തിലാണ്. അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിൽ തന്നെയാണ് ഫലാപേക്ഷയോടെയുള്ള കർമ്മങ്ങളും അവയുടെ പ്രത്യാഘാതങ്ങളും നടക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരീ, കംസൻ ഞങ്ങളെ അത്യധികം പീഡിപ്പിച്ചിരുന്നു എന്ന കാര്യം നിങ്ങൾക്കറിയാം. അയാളുടെ കുറ്റവിചാരണ മൂലം ഞങ്ങൾ ചിന്നിച്ചിതറിപ്പോയി. ഞങ്ങൾ സദാ ഉത്കണ്ഠാകുലരായിരുന്നു. അടുത്ത നാളുകളിൽ മാത്രമാണ് ദൈവാനുഗ്രഹത്താൽ ഞങ്ങൾക്കു സ്വസ്ഥാനങ്ങളിലേക്കു മടങ്ങാൻ കഴിഞ്ഞത്. ഈ സംഭാഷണത്തെ തുടർന്ന്
വസുദേവരും ഉഗ്രസേനനും അവരെ കാണാനെത്തിയ രാജാക്കന്മാരെ സ്വീകരിച്ചു. ഭഗവാൻ കൃഷ്ണനെ അവിടെ കണ്ടപ്പോൾ സന്ദർശകർക്ക് അതീന്ദ്രിയാനന്ദം അനുഭവപ്പെട്ടു. അവർ സ്വസ്ഥചിത്തരായി തീർന്നു. ഭീഷ്മദേവൻ, ദ്രോണാചാര്യർ, ധൃതരാഷ്ട്രർ, ദുര്യോധനൻ പുത്രന്മാരോടൊത്ത് ഗാന്ധാരി, ഭാര്യയോടൊത്ത് രാജാ യുധിഷ്ഠിരൻ, കുന്തിയോടൊത്ത് പാണ്ഡവർ, സൃഞ്ജയൻ, വിതുരർ, കൃപാചാര്യർ, കുന്തിഭോജൻ, വിരാടൻ, രാജാ നഗ്നജിത്ത്, പുരുജിത്ത്, ദ്രുപദൻ, ശല്യർ, ദൃഷ്ടകേതു, കാശി രാജാവ്, ദമഘോഷൻ, വിശാലാക്ഷൻ, മിഥിലാധിപൻ, മദ്രദേശത്തെ രാജാവ്, കേകയ രാജാവ്, യുധാമന്യു, സുശർമ്മ പുത്രന്മാരോടൊത്തു ബാഹ്ലീകൻ, യുധിഷ്ഠിരന്റെ ഭരണാധികാരികൾ എന്നിവർ സന്ദർശകരിൽ പ്രധാനികളായിരുന്നു. ഭഗവാൻ കൃഷ്ണനെയും അദ്ദേഹത്തിൻ്റെ ആയിരക്കണക്കിനു റാണിമാരെയും കണ്ടപ്പോൾ സൗന്ദര്യത്തിൻ്റെയും അതീന്ദ്രിയമായ ഐശ്വര്യത്തിൻ്റെതുമായ ആ ദൃശ്യത്തിൽ അവർ പൂർണ്ണ സംതൃപ്തരായി. അവിടെയുണ്ടായിരുന്നവർ ഭഗവാൻ ബലരാമനെയും കൃഷ്ണനെയും സന്ദർശിച്ചു. ഭഗവാനാൽ വേണ്ട രീതിയിൽ സ്വാഗതം ചെയ്യപ്പെട്ട അവർ യദുവംശത്തിലുള്ളവരെ മുഴുവൻ, വിശേഷിച്ച് കൃഷ്ണനെയും ബലരാമനെയും പ്രകീർത്തിക്കാൻ തുടങ്ങി. ഭോജരാജാവായിരുന്നതിനാൽ ഉഗ്രസേനനാണു യദുമുഖ്യനായി കണക്കാക്കപ്പെട്ടിരുന്നത്. അതിനാൽ സന്ദർശകർ അദ്ദേഹത്തോട് സംഭാഷണം നടത്തി. രാജരാജശ്രീ ഭോജാധിപനായ ഉഗ്രസേന മഹാരാജൻ, സത്യത്തിൽ ഈ ലോകത്ത് എല്ലാവിധത്തിലും സമ്പൂർണരായി യദുക്കൾ മാത്രമാണുള്ളത്. അവിടുത്തെ മഹിമാനങ്ങൾ വാഴ്ത്തപ്പെടട്ടെ. അനേക സംവത്സരങ്ങളായി കഠിന തപോനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കുന്ന ദിവ്യയോഗികൾ പോലും തേടുന്ന ഭഗവാൻ കൃഷ്ണനെ യദുക്കൾ സദാ കാണുന്നു എന്നതാണു അവരുടെ സമ്പൂർണതയുടെ സവിശേഷമായ അവസ്ഥ. ഓരോ നിമിഷവും നിങ്ങളെല്ലാവരും ഭഗവാൻ കൃഷ്ണനുമായി സമ്പർക്കത്തിലാണ്. ഹരേ കൃഷ്ണ.